ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും J3 വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ 2020 എന്ന് പറഞ്ഞത് കൊറോണ കൊണ്ടുപോയി. അപ്പോൾ ഇനി ഒരു 21 എല്ലാവർക്കും നല്ലൊരു ഇയർ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ന്യൂ ഇയർ ആണ്, പുതിയ എന്തെങ്കിലും ഒരു കണ്ടൻറ്റുമായിട്ട് വരണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പുതിയ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്നൊരു കാറിൻ്റെ റിവ്യൂ ആണ്. ഏത് കാറാണെന്നല്ലേ? ഫോർഡ് മസ്താങ്. അതായത് വേൾഡിൽ തന്നെ നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഒരു കാറാണ് ഫോർഡ് മസ്താങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മസ്താങ് കുറച്ച് സ്പെഷ്യലാണ്, കാരണം ഇത് മോഡിഫൈഡ് ആണ്. മലയാളി വണ്ടി പ്രാന്തന്മാരായിട്ടുള്ള എല്ലാവർക്കും ഈ വണ്ടിയുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം നാട്ടിലായാലും ശരി, ദുബായിലായാലും ശരി, ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും എല്ലായിടത്തും ഈ വണ്ടിക്ക് നല്ലൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. വണ്ടിയുടെ പേര് എന്ന് പറയുന്നത് ഗ്രീൻ വൂൾഫ് എന്നാണ്. അതാണ് വണ്ടിയുടെ നിക്ക് നെയിം. ഗ്രീൻ വൂൾഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഓക്കെ, അപ്പോൾ ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമുക്ക് വണ്ടിയുടെ ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം. ക്യാപ്റ്റൻ തന്നെ പറയട്ടെ, വണ്ടി എന്താണ്, വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, എല്ലാം മൊത്തം കാര്യം നമുക്ക് ക്യാപ്റ്റനിൽ നിന്ന് തന്നെ അറിയാം. Light work with the bass on the track, on my face to the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple mans run around like they hate in the gaff. Please stop talking that trash, cause the vibes in the front all the way to the back. Light work with the bass on the track, on my face to the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple mans run around like they hate in the gaff. ഹലോ, അപ്പോൾ ദിൽബർ വൈബ്സ് ആരാണെന്നല്ലേ, ഈ ഗ്രീൻ വൂൾഫിൻ്റെ ഓണർ ആരാണെന്നല്ലേ? ഓക്കെ, നമുക്കിനി പുള്ളിയെ തന്നെ പരിചയപ്പെടാം. ചേട്ടാ ഹായ്. അപ്പോൾ ഇതാണ് ദിൽബർ വൈബ്സ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്, കാരണം ഇൻസ്റ്റാ പേജസിലായാലും ഫേസ്ബുക്ക് പേജസിലായാലും ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ നമ്മുടെ ഈ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആർക്കും കൂടുതലായിട്ട് ഈ വണ്ടിയെ പറ്റി ഒന്നും അറിയത്തില്ല. ദുബായിലുള്ള ഒരു വണ്ടിയാണ്, ഒരു മോഡിഫൈഡ് മസ്താങ് ആണ്, അത്രയൊക്കെ മാത്രമേ അറിയുള്ളൂ, കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു സ്പെക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നമുക്ക് വണ്ടിയുടെ സ്വന്തം ഓണറിനോട് തന്നെ ചോദിക്കുക ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ പറയട്ടെ. ചേട്ടാ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ഈ വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ പുറത്തും അകത്തും ടോട്ടലി ചെയ്ത എന്തൊക്കെയാണ്? പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഞാനൊരു 3 years ആയി. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു മസ്താങ് എന്നുള്ളത്. 2009 തൊട്ട് എൻ്റെ ഡ്രീമായിരുന്നു മസ്താങ് എന്നുള്ളത്. പിന്നെ ഈ മോഡൽ എടുക്കാൻ 2014 മോഡലാണ് എൻ്റെ ഇഷ്ടമുള്ള മോഡൽ. കാരണം ഷേപ്പ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഷേപ്പാണ്. അങ്ങനെയാണ് ഈ മോഡൽ എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റീപെയിൻറ്റ് ചെയ്തതാണത്. ഇത് ബ്ലാക്ക് മാറ്റ് അല്ലാതെ സാറ്റിൻ പോലത്തെ ഒരു കവറാണ് ചെയ്തത്. ഇത് 2014 ആണ്. ആക്ച്വലി ഇത് V6 ആണ് മോഡൽ, ബേസ് മോഡൽ V6 ആണ് മോഡൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്നാണെങ്കിൽ ഫ്രണ്ടിൽ ലിപ്പ് കയറ്റിയിട്ടുണ്ട്, RTR ലിപ്പ് കയറ്റിയിട്ടുണ്ട്. ഹുഡ് ചേഞ്ച് ചെയ്തതാണ്, ഹുഡ് കാർവിനി മോഡൽ ഹുഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിംഗ് ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്, എൻജിൽ റിംഗ് ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത് കളർ ചൂസ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ എൻ്റെ ഫേവറേറ്റ് കളറാണ്, അപ്പോൾ ഗ്രീനാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വണ്ടി എടുത്തപ്പോൾ എത്രയായിരുന്നു സ്റ്റോക്കിൻ്റെ ഒരു BHP? പിന്നെ ചേട്ടൻ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഒരു BHP എന്ന് പറയുന്നത്? സ്റ്റോക്ക് BHP വരുന്നത് 325 ആണ് സ്റ്റോക്ക് BHP വരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ആക്ച്വലി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എൻജിൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കുറച്ചധികം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എൻജിൻ്റെ പറയുവാണെങ്കിൽ ഞാൻ കസ്റ്റം ഹെഡേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഡൗൺ പൈപ്പ് UGRൻ്റെ ബാക്ക് ആക്സിലാണ് ഇരിക്കുന്നത്.
സൗണ്ടിനും പെർഫോമൻസിനും വേണ്ടി. പിന്നെ ECU റീമാപ്ഡ് ആണ്. സ്റ്റേജ് 2 ആണ് ട്യൂൺ ചെയ്തേക്കുന്നത്. ഒരു V8ൻ്റെ മുകളിൽ ഏകദേശം പവർ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഡൈനോ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. എങ്ങനെ പോലെ ഒരു 400+ bhp ഉറപ്പാണ്. 400+ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്തിരിക്കുന്നത് ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഡോറ് വെർട്ടിക്കൽ ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീൽസ് നിഷി വീൽസ് ആണ് കിടക്കുന്നത്. ഇതിപ്പോൾ ടോട്ടൽ എത്ര ഇഞ്ചസ് ആണ് സ്റ്റോക്കിൽ നിന്ന് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക്? ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് 18 ഇഞ്ചസ് വീൽസ് ആണ് വരുന്നത്. ഞാനിത് ചേഞ്ച് ചെയ്ത് 20 ഇഞ്ചസ് വീൽ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ട് വിഡ്ത്ത് 8.5 വരും. ബാക്ക് വിഡ്ത്ത് കൂടുതലാണ്, 10.5 വരും. അതാണ് ചെയ്തത്. വെർട്ടിക്കൽ ഡോർസ് ചെയ്തിട്ടുണ്ട്. ഇത് അറിയപ്പെടുന്നത് ഗ്രീൻ വോൾഫ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന ഗ്രീൻ വോൾഫിൻ്റെ ഗ്രാഫിക്സ് ആണ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ തീം തന്നെ. ഗ്രീൻ വോൾഫ് എന്ന് പറഞ്ഞാണ് വണ്ടി അറിയപ്പെടുന്നത്. പിന്നെ ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ വിൻഡോ ലോവർ ചെയ്തിട്ടുണ്ട്, സൈഡ് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് ബാക്ക് വിൻഡോ ലോവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫ്യൂസർ ഞാൻ ചേഞ്ച് ചെയ്തതാണ്, ഡിലീറ്റ് ചെയ്തേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മസ്താങ്ങിൻ്റെ എംബ്ലമാണ് വരുന്നത്. ഞാൻ മസ്താങ്ങിൻ്റെ എംബ്ലം ഡിലീറ്റ് ചെയ്തിട്ട് പ്ലെയിൻ ആക്കിയേക്കുന്നതാണ്. അപ്പോൾ ചേട്ടാ ഇതിൽ എക്സോസ്റ്റ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? എക്സോസ്റ്റ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തതാണ്. ഞാൻ അത് കൊറല യൂസ് ചെയ്തിട്ടുണ്ട്, റോഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് UGRൻ്റെ ഒരു എക്സോസ് മാനുഫാക്ചറിങ് ആണ്, ബേസ്ഡ് ഇൻ ദുബായ്. അവരെയാണ് ചെയ്തിരിക്കുന്നത്. അത് സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്തേക്കുന്ന പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണത്. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ എക്സോസ്റ്റ് നോട്ട് കേൾക്കാനായിരിക്കും കൊതിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും ഈ വീഡിയോ കഴിയുന്നതിനകം ഉറപ്പായിട്ടും സൗണ്ട് കേൾപ്പിക്കുന്നതാണ്. കേട്ടിരിക്കണം. അതെ. പിന്നെ ഈ ദിൽബർ വൈബ്സ് അങ്ങനെയാണ് ചേട്ടൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലായാലും ചേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് തന്നെ ദിൽബർ വൈബ്സ് ആണ്. എന്താണ് ഈ ദിൽബർ വൈബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിൽബർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്. വൈബ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അത് മസ്താങ് എടുത്തതിന് ശേഷം ചേഞ്ച് ചെയ്തതാണ് വൈബ്സ് എന്ന് പറഞ്ഞത്. അത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഞാൻ ആ ഡ്രീം കം ട്രൂ ആക്കി. മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്യാനും മറ്റുള്ളവരെ അതിനകത്ത് ഇൻസ്പയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വൈബ്സ് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ്റെ ഡ്രീമാണ് ഈ കിടക്കുന്നത്. ചേട്ടൻ്റെ ഡ്രീമിന് ചേട്ടൻ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഗ്രീൻ വൂൾഫ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് കാരണം? ഗ്രീൻ വൂൾഫ് എന്ന് ചൂസ് ചെയ്യാൻ കാരണം ഇത് ചൂസ് ചെയ്തിട്ടൊരു 5 months ആയിട്ടുള്ളൂ. പക്ഷേ ആ 5 monthsനുള്ളിൽ എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത്. ഭയങ്കര റെസ്പോൺസാണ് പേര് കിട്ടിയത്. ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഞാൻ മെൻഷൻ ചെയ്യുന്നത് ബിയർഡ് മാൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബിയർഡ് മാൻ മസ്താങ് എന്ന് പറഞ്ഞാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗ്രീൻ വൂൾഫ് ഞാൻ അത് വെറുതെ ആദ്യം ഒരു നെയിം ചെയ്തു. കാരണം വണ്ടി ഗ്രീനാണ്, എനിക്ക് സംതിങ് ഒരു പേര് വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു. കാരണം മിക്ക വണ്ടികൾക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കണ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെയ്യണമെന്നൊരു കൺസെപ്റ്റ് വന്നു. അങ്ങനെ ഒരു ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രീൻ വൂൾഫ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയി. ആദ്യം നെയിം ചെയ്തു ഗ്രീൻ വൂൾഫ് എന്ന് പറഞ്ഞ്. അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ ചേട്ടൻ്റെ പ്രൊഫൈലിൽ ദിൽബർ വൈബ്സ് എന്നുള്ള ഒരു ഇൻസ്റ്റാ ഒരു പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് മസ്താങ് മെമ്പേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിനെ പറ്റി ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്, UAE മസ്താങ് നൈറ്റ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. ഞങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഉള്ളതാണ്. ഇവിടെ ദുബായ് പോലീസായിട്ട് ബിഗ്ഗസ്റ്റ് സ്മൈൽ ചെയ്തതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഉള്ളൊരു ക്ലബ്ബാണ്. പിന്നെ നമ്മുടെ പ്രസിഡന്റ് മിസ്റ്റർ ഫദർ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. നമ്മളിവിടെ ഇവൻറ്റ് ചെയ്യുന്നതും ക്ലബിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ ക്ലബിന് UAE മസ്താങ് നൈറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ അറിയാത്ത ആരുമില്ല. അപ്പോൾ ഇപ്പോൾ ചേർന്ന് ഇപ്പോൾ ക്ലബിൻ്റെ അഡ്മിനാണ് ഞാൻ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ചേട്ടൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്? ഇൻറ്റീരിയറിൽ ഞാൻ സീറ്റ് അപ്പോൾസറി ചേഞ്ച് ചെയ്തതാണ്. സീറ്റ് അപ്പോൾസറി റൂഫ് ചേഞ്ച് ചെയ്തതാണ്. ഞാൻ റൂഫിൽ വരെ ഗ്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പാനലാണെങ്കിൽ എല്ലാം ഗ്രീൻ ചെയ്തതാണ്. പിന്നെ ഫ്ലോറും ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പാനൽ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പാനൽ ചേഞ്ച് ചെയ്ത് സൗണ്ട് സിസ്റ്റം ചെയ്യാൻ വേണ്ടി പാനൽ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. സൗണ്ട് സിസ്റ്റം വലിയ സൗണ്ട് സിസ്റ്റം അല്ല, നോർമലല്ല, ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്യൂച്ചർ പ്ലാനാണ് അടുത്തത് ട്രങ്ക് സെറ്റ് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം. ട്രങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്തൊരു ഫ്യൂച്ചർ പ്ലാനാണ്. ഇത് ഫുൾ പാനൽ ചേഞ്ച് ചെയ്ത് ഭയങ്കര സൗണ്ട് സിസ്റ്റവും സബും ആംപ്ലിഫയറും എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, സോ ഇതായിരുന്നു ഗ്രീൻ വൂൾഫിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക്സ് സോ മച്ച് ചേട്ടാ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന്. പിന്നെ എന്താ പറയുക ചേട്ടൻ, എന്താണ് വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്? വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇതൊരു പാഷനും ഒരു ഡ്രീമായിരുന്നു. എൻ്റെ ഡ്രീമായിരുന്നു. എല്ലാവർക്കും ഉണ്ടാകും ഇതുപോലെ ഒരു പാഷനും ഡ്രീമും.
എല്ലാവരും ആ ഡ്രീമും പാഷനും കണ്ടിന്യൂ ചെയ്ത് പോയാൽ എല്ലാവർക്കും ഇതേപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ്, ഇതുപോലെ വേറൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മളപ്പോൾ ഇനിയും വരും. അതുവരെ സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പോൾ ബൈ ആൻഡ് താങ്ക് യു.